ഹായ് എവറി വൺ, ഞാൻ പ്രൊഫസർ അനിൽ PS. നമ്മുടെ ഇന്നത്തെ സെഷൻ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ ആസ് യൂഷ്വൽ പറയാറുള്ളത് പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റിന്റെ 3ാമത്തെ മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോ എൻ്റെ ലാപ്ടോപ്പിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ചിലപ്പോൾ വന്നേക്കും. അതൊന്ന് സ്ക്രോൾ ചെയ്യുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ പ്രോബ്ലം വരും. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ എ ബാലൻസ് ഷീറ്റ് സേസ് ദാറ്റ്, അതായത് ഒരു ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ഇവിടെ ഇപ്പോ ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് എ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ട്സ് ഈസ് റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. എ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി, അതായത് അസറ്റ് ആൻഡ് ലയബിലിറ്റിന്റെ ഡിക്രീസ്. So decrease in assets and liability accounts is recorded as credit transaction. Recorded as credit transaction. രണ്ടാമത്തത് an increase in asset and owners equity. അസറ്റും അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിയും അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട്സ് ഈസ് റെക്കോർഡഡ് ആസ് എ ഡെബിറ്റ് ട്രാൻസാക്ഷൻ. മൂന്നാമത് പറയുന്നത് എ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി, എ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആസ് വെൽ ആസ് എ ഡിക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി, ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഈസ് റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അതുപോലെ ആൻ ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട്സ് ആർ ഓർ ഈസ് റെക്കോർഡഡ് ആസ് എ ഡെബിറ്റ് ട്രാൻസാക്ഷൻ. ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കാറ്റഗറൈസ് ചെയ്യുന്നതിന്, അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാറ്റഗറി ഒരു ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഐറ്റംസ് എടുക്കുമ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂള് എന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിക്രീസ് ഇൻ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ലയബിലിറ്റി അക്കൗണ്ട്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിക്രീസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, അത് ഒരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഉള്ള റൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഉള്ള റൂള്. അപ്പൊ അതുകൊണ്ട് എ ഒരിക്കലും അതില് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അതുപോലെ ബി എടുക്കുകയാണെങ്കിൽ ആൻ ഇൻക്രീസ് ഇൻ അസറ്റും അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിയും രണ്ട് കാറ്റഗറി പെട്ടതാണ്. അസറ്റിന്റെ ഓപ്പോസിറ്റ്, അതായത് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോ അസറ്റ് കൂടുകയും അതുപോലെ ലയബിലിറ്റി കൂടുകയും, ലയബിലിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യത്തില്ല, ഡെബിറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധമുള്ളതല്ല. അപ്പൊ എന്ന് പറയുമ്പോൾ ഇതും ഓപ്ഷൻ അല്ല. അതായത് നമ്മൾ സാധാരണ ഇതിനൊരു റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, നോർമലി ഇത് ഡെബിറ്റ് സൈഡിൽ പോകുന്ന ഐറ്റം. അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുക, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. കണ്ടില്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ എയും ബിയും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എയും ബിയും ഒരേ നേച്ചറിൽപ്പെട്ട ഐറ്റമാണ്. രണ്ടും ഇൻക്രീസ്, ഒന്ന് ഡിക്രീസ്, രണ്ടും ഡിക്രീസ് ആണ്. ഒരു അസറ്റും ഡിക്രീസ് ചെയ്യുന്നു, ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു. രണ്ടും കൂടി ഒരു സൈഡിൽ വരില്ല. അതുപോലെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി പോലെ തന്നെയാണ്, റൂള് ലയബിലിറ്റിന്റെ റൂളാണ്. അപ്പൊ അതും ഇൻക്രീസ് ചെയ്യുന്നു. ഒരേ സൈഡിൽ വരുന്ന ഐറ്റം അല്ല, രണ്ട് സൈഡിൽ പോകുന്ന ഐറ്റമാണ്, ഓപ്പോസിറ്റ് സൈഡുകളിൽ പോകുന്ന ഐറ്റമാണ്. അപ്പൊ അത് ശരിയാവത്തില്ല. അതേസമയത്ത് സി എടുത്തു നോക്കൂ, ഈ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. കണ്ടില്ലേ? രണ്ടും ഒരേ ഐറ്റമാണ്. ലയബിലിറ്റിയും ഓണേഴ്സ് ഇക്വിറ്റിയും രണ്ടിനും ഒരേ റൂളാണ്. അപ്പൊ റെക്കോർഡഡ് ആസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അതാണ് എന്റെ കറക്റ്റ് ആൻസർ. കാരണം ലയബിലിറ്റി അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റി
അതായത് ഈ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയാം. ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം, ഇതിന് മൂന്നും ഒരേ റൂളാണ്. അസറ്റ്, എക്സ്പെൻസ് ഒരേ റൂളാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇത് ലയബിലിറ്റിയും ഓണേഴ്സ് ഇക്വിറ്റിയും ഒരേ നേച്ചറിലുള്ള, അതായത് ഒരേ റൂളിൽപ്പെട്ട ഐറ്റമാണ്. രണ്ടിനും ഒരേ റൂളാണ്. അപ്പൊ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് എളുപ്പം പറയാൻ പറ്റും. അടുത്തത് നമ്മള് നെക്സ്റ്റ്, അപ്പൊ ആൻസർ സി ആണെന്ന് മനസ്സിലായി. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമ്പനി ബി, ഒരു ക്വസ്റ്റ്യൻ ആണത്. കമ്പനി ബി ഹാഡ് ₹30,000 അക്കൗണ്ട്സ് റിസീവബിൾ. അതിന്റെ സൺട്രി ഡെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് കിട്ടാനുള്ളത് 30,000 രൂപയാണ്. ഫ്രം കമ്പനി ഡി. എവിടുന്നാ കിട്ടേണ്ടത്? കമ്പനി ഡിയിൽ നിന്ന്. ഓൺ 26th February, കമ്പനി ഡി മെയ്ഡ് എ പാർഷ്യൽ പേയ്മെന്റ് ഓഫ് ₹21,000 ടു കമ്പനി ബി. കൊടുക്കാനുള്ളതിൽ 21,000 രൂപ കമ്പനി ബിക്ക് ഫെബ്രുവരി 26 പേ ചെയ്തു. വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി മെയ്ഡ് ബൈ കമ്പനി ബി ടു റെക്കോർഡ് ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഡാഷ്. കമ്പനി ബി ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? നമ്മൾ കമ്പനി ബിയുടെ കേസിലാണ്. നമ്മൾ കമ്പനി ബിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ബി എന്ത് ചെയ്തു? കമ്പനി ബിക്ക് കിട്ടാനുണ്ട് 30,000 രൂപ. ആരുടെ നിന്ന്? കമ്പനി ഡിയിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ എത്ര രൂപ കിട്ടി? 26th 21,000 rupees കിട്ടി. അപ്പൊ ക്യാഷ് ആണ് കിട്ടിയത്. ആർക്ക്? കമ്പനി ബിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് വന്നു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് കംസ് ഇൻ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അതായത് ക്യാഷിനെ ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ ആരുടെ നിന്നാ കിട്ടിയത്? ഗിവർ ആരാണ്? ക്രെഡിറ്റ് ദ ഗിവർ. ഗിവർ ആരാണ്? കമ്പനി ഡി ആണ് ഗിവർ അല്ലേ? കമ്പനി ഡി ആണ് ഗിവർ. കമ്പനി ഡി മെയ്ഡ് എ പാർഷ്യൽ പേയ്മെന്റ്. അപ്പോ കമ്പനി ബി എങ്ങനെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്പനി ഡി, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, കമ്പനി ഡി ക്രെഡിറ്റ്. അപ്പോ ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാം. എ ഡെബിറ്റ് ടു ദി അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെ? എ ഡെബിറ്റ് ടു അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ₹21,000. അതായത് അക്കൗണ്ട്സ് റിസീവബിൾ, അതായത് കമ്പനി ഡി ആണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്ത് വന്നു? അതിന്റെ എമൗണ്ട് കുറഞ്ഞു, കിട്ടാനുള്ളത് കുറഞ്ഞു. അപ്പോ ഡെബിറ്റ് പോയത് ആർക്കാണ്? കമ്പനി ഡിക്കാണ് ഡെബിറ്റ് അല്ലെ? സോറി, കമ്പനി ഡിക്ക് എന്താണ്? അക്കൗണ്ട്സ് റിസീവബിൾ കുറവുണ്ടായി. എത്ര രൂപയുടെ? അപ്പൊ നമ്മൾ ജേണൽ എൻട്രി അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇമ്പാക്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇമ്പാക്ട് ആണെന്നുണ്ടെങ്കിൽ എ ഡെബിറ്റ് ടു ദി അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട്, അതായത് അക്കൗണ്ട്സ് റിസീവബിളിൽ ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ട്, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ കുറഞ്ഞിട്ടുണ്ട് 21,000. സോ ആൻസർ ഈസ് സി. മൂന്നാമത്തത്, ഇൻ അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിളില് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏത് കറക്റ്റ് ആവും? അതായത് ജേണൽ എൻട്രീസ് ഗെറ്റ് പോസ്റ്റഡ് ടു ദി അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. ജേണൽ എൻട്രീസ് ഗെറ്റ് പോസ്റ്റഡ് ടു ദി അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. ബി പറയുന്നത് ട്രാൻസാക്ഷൻസ് ആർ പോസ്റ്റഡ് ബിഫോർ ദേ ആർ ജേർണലൈസ്ഡ്. സി പറയുന്നത് എ ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ജേണൽ എൻട്രീസ് ഗെറ്റ്സ് പോസ്റ്റഡ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഡി പറയുന്നത് എയും സിയും, അതായത് ജേണൽ എൻട്രീസ് ഗെറ്റ്സ് പോസ്റ്റഡ് ടു ദി അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് എ ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ജേണൽ എൻട്രീസ് ഗെറ്റ്സ് പോസ്റ്റഡ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനില് വ്യക്തമായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ അക്കൗണ്ടിങ് സൈക്കിൾ എന്താണ്? ജേണൽ എൻട്രീസ്, ആദ്യം ജേണൽ എൻട്രീസ് തയ്യാറാക്കുന്നു. ആ ജേണൽ എൻട്രി നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസിങ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ എയും സിയും അല്ലേ കറക്റ്റ്? ബി എന്താണ്? ട്രാൻസാക്ഷൻസ് ആർ പോസ്റ്റഡ് ബിഫോർ ദേ ആർ ജേർണലൈസ്ഡ്. അതെങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും? ജേർണലൈസ് ചെയ്യുന്നതിന് മുൻപ് ട്രാൻസാക്ഷൻസ് എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? ജേർണലൈസ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻസ് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബി തെറ്റാണ്. എയും സിയും കറക്റ്റ് ആണ്. എയും സിയുമാണ് അതിന്റെ ഓർഡർ. കാരണം ആദ്യം ജേണൽ എൻട്രിയിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ജേണൽ എൻട്രി നോക്കി നമ്മൾ അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് മാറ്റുന്നു. ഇതാണ് അതിന്റെ അക്കൗണ്ടിങ് സൈക്കിളിൽ വരുന്ന പ്രോസസ്. അപ്പോ ഡി ആണ് അതിന്റെ ആൻസർ, അതായത് എയും സിയും ചെയ്യണം. അതേസമയത്ത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. എന്താണ് ഡിവിഡൻഡ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഡിവിഡൻസ് ആർ ബിസിനസ് എക്സ്പെൻസ് ആണോ? ബിസിനസ് എക്സ്പെൻസ് ആണോ ഡിവിഡൻഡ്? ഡിവിഡൻഡ് ഒരു കാരണവശാലും എക്സ്പെൻസ് അല്ല.
അല്ലെ? ഡിവിഡന്റ് പ്രോഫിറ്റിന്റെ വിഹിതമാണ്, അത് ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മുടെ ഓണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ബി എന്താണ്? ആർ റെക്കോർഡഡ് ബൈ ഡെബിറ്റിംഗ് ദ ഡിവിഡന്റ് അക്കൗണ്ട്. അത് തീർച്ചയായിട്ടും കറക്റ്റ് അല്ലേ? കാരണം ഡിവിഡന്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഡിവിഡന്റ് ഡെബിറ്റ് ചെയ്യുന്നത്. സി എന്താ പറയുന്നത്? ഡിക്രീസ് ഓണേഴ്സ് ഇക്വിറ്റി. തീർച്ചയായിട്ടും, കാരണം ഡിവിഡന്റ് കൊടുത്തു കഴിയുന്നതോടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കുറയും. എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഈ പറയുന്ന ഡിവിഡന്റിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസും എല്ലാം കൂടെ ചേർന്നതാണ് എന്ത്? ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി കുറയും, കാരണം ഡിവിഡന്റ് കൊടുത്തു കഴിയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കുറയും. അപ്പൊ അതുകൊണ്ട് ഓണേഴ്സ് ഇക്വിറ്റിയും കുറയും. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതായത് നാലാമത്തിന്റെ ആൻസറും ഡി ആണ്. കാരണം ബിയും സിയും കറക്റ്റ് ആണ്. ബി പറയുന്നത് നമ്മൾ ഡിവിഡന്റ് കൊടുക്കുന്ന സമയത്ത് ഡിവിഡന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് വീഴും. അത് കറക്റ്റ് ആണ്. ഡിവിഡന്റ് അക്കൗണ്ട് കുറയും. ഡിവിഡന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടും. അതേസമയത്ത് ഡിവിഡന്റ് കൊടുക്കുന്നതോടുകൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കുറയുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിൽ കുറവ് വരികയാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസും കുറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കുറയുക എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റി കുറയും എന്നർത്ഥം. കാരണം ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിനെ തന്നെയാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് അർത്ഥം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഗെറ്റ്സ് പ്രിപ്പയർഡ് ഫസ്റ്റ്? നമ്മൾ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ നോക്കിയാൽ ഇതിൽ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണോ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്? അതോ റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് ആണോ പ്രിപ്പയർ ചെയ്യുന്നത്? അതോ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണോ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. കാരണം ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഡൗട്ട് ഒന്നുമില്ല. ഡി തന്നെയാണ്, നാലാമത്തതാണ് അതിലെ ശരി ഉത്തരം, ഇൻകം സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ റീറ്റെയിൻഡ് ഏർണിംഗ് സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം പ്രിപ്പയർ ചെയ്യുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് AS 3 പ്രകാരം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following accounts is never reported in the income statement as an expense? നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാത്ത അക്കൗണ്ട് ഏതാണ്? Which of the following account is never reported in the income statement as expense? എന്താണ്? ഒന്ന് ഡിവിഡന്റ് എക്സ്പെൻസ്, ശരിയല്ലേ? ഡിവിഡന്റ് എക്സ്പെൻസ്. രണ്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. മൂന്ന് ഇൻകം ടാക്സ് എക്സ്പെൻസ്. പിന്നെ ഒന്ന് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഇസ് നെവർ റിപ്പോർട്ടഡ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരിക്കലും വരാത്തത് ഡിവിഡന്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുന്നു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നു, അല്ലെ? നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് എടുക്കുന്നു. ഈ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റിൽ നിന്നാണ് പിന്നെ നമ്മൾ ഡിവിഡന്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരാത്ത ഐറ്റം ഡിവിഡന്റ് എക്സ്പെൻസ് ആണ്. അതേസമയത്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. ഇൻകം ടാക്സ് കണ്ടില്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യും. ഡിപ്രീസിയേഷൻ ഡയറക്ട്ലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എടുക്കുന്ന ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ. സോ ദ ആൻസർ ഇസ് എ. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് വിൽ നെവർ അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിൽ ഒരിക്കലും വരാത്ത ഐറ്റം ഏതാണ്? ട്രയൽ ബാലൻസിനകത്ത് വരാത്ത ഐറ്റം നോക്കൂ. ഇൻകം ടാക്സ് എക്സ്പെൻസ്, ഡിവിഡന്റ്. രണ്ട് എക്സ്പെൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഇൻകം ടാക്സ് എക്സ്പെൻസ്, മറ്റൊന്ന് ഡിവിഡന്റ്. ട്രയൽ ബാലൻസിൽ വരാത്തത് ആലോചിച്ച് നോക്കൂ. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാല്
ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്ര വരുമെന്ന് പോലും നമ്മൾ അറിയുന്നതിന് ശേഷമല്ലേ. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രോഫിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻകം ടാക്സ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിനകത്ത് വരില്ല. ഡിവിഡൻഡ് വരുമോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ടാക്സും കൊടുത്തിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്ര വരും എന്ന് കണക്കാക്കുന്നത്. EPS എന്നൊക്കെ പറയില്ലേ, ഏർണിങ്സ് പെർ ഷെയർ. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് EPS കിട്ടുന്നത്. അല്ലെങ്കിൽ DPS എങ്ങനെയാ കാണുന്നത്? ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെയാ കാണുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന EPS-ന്, അതായത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലേ EPS എന്ന് പറയുന്നത്. യെസ്, അതിന്റെ ബേസിസിൽ നമ്മൾ അത് ചെയ്യുമ്പോഴാണ് DPS ആകുന്നത്, അതായത് ഡിവിഡൻഡ് പെർ ഷെയർ ആകുന്നത്. അപ്പോ ഡിവിഡൻഡ് ആകട്ടെ, ഇൻകം ടാക്സ് എക്സ്പെൻസ് ആകട്ടെ, ഇത് രണ്ടും ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റം അല്ല. ട്രയൽ ബാലൻസിൽ വരുന്നത് എന്തുകൊണ്ട് ട്രയൽ ബാലൻസിൽ വരുന്നില്ല എന്ന് മനസ്സിലായല്ലോ. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ പറ്റൂ. ആ പ്രോഫിറ്റിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്, മീൻസ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോ ഈ രണ്ട് ഐറ്റവും ട്രയൽ ബാലൻസിൽ യാതൊരു കാരണവശാലും വരുന്ന ഐറ്റം അല്ല. അതായത് A and B ആർ കറക്റ്റ് അല്ലേ? എയും ബിയും എന്താണ്? കറക്റ്റ് ആണ്. അതായത് വിൽ നെവർ, എയും ബിയും കറക്റ്റ് ആണ്. ബോത്ത് വിൽ നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. സോ ആൻസർ ഇസ് ഡി. നാലാമത്തെ ആൻസർ ആണ് ശരി. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ ലോങ് ടേം അസെറ്റ്സ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റൈറ്റ്സ് that have value are known as dash. The long term assets that have no physical existence, അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ലോങ് ടേം അസെറ്റ്സ്, ബട്ട് ആർ റൈറ്റ്സ് ദാറ്റ് ഹാവ് വാല്യൂ. പക്ഷെ അവയെല്ലാം എന്താണ്? റൈറ്റ് ആണ്, അവകാശങ്ങളാണ്, അതിനൊരു വാല്യൂ ഉണ്ട്. അത്തരത്തിലുള്ള അസെറ്റ്സിനെ നമ്മൾ എന്ത് പേരിലാ വിളിക്കുക? അതായത് അസെറ്റ്സിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, ടാൻജിബിൾ അല്ല, വിസിബിൾ അല്ല, ബട്ട് ആർ റൈറ്റ്സ്, പക്ഷെ ഇതെല്ലാം റൈറ്റ്സ് ആണ്. അതായത് വേണമെങ്കിൽ പറയാം കോപ്പി റൈറ്റ്, അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ്, ഇതെല്ലാം എന്താണ്? ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് അല്ലെ? അപ്പൊ ഇതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തതാണ്, പക്ഷെ ഇതിന് വാല്യൂ ഉണ്ട്. കാരണം നമുക്ക് പേറ്റന്റ് റൈറ്റ് ഉണ്ട്, നമുക്ക് നാളെ ഇത് ഉപയോഗിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. സോ ദീസ് ഓൾ ആർ ഹാവിങ് എന്താണ്? വാല്യൂസ്. ഇതിനെല്ലാം വാല്യൂസ് ഉള്ള അസറ്റ്സ് ആണ്. ദീസ് ആർ കോൾഡ് ഇൻടാൻജിബിൾ അസറ്റ്സ്. വേറൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അവയെ വിളിക്കുന്ന പേരാണ് ഇൻടാൻജിബിൾ അസറ്റ്സ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. അത് ദി അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ എന്താ വിളിക്കുക? ലോങ് ടേം അസറ്റ്സ് എന്ന് വിളിക്കുവോ, ഷോർട്ട് ടേം അസറ്റ്സ് എന്ന് വിളിക്കുവോ? എങ്ങനെ വിളിക്കും? അതിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് 3ാമത്തെ ആൻസർ നോക്കൂ. കറണ്ട് അസറ്റ്സ് എന്താണ്? പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ ആപേക്ഷികമാണ് ഈ 1 ഇയർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന്, അതായത് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഡെറ്റേഴ്സ്, സെയിൽസ് എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ്, കസ്റ്റമർ വിത്തിൻ 1 ഇയർ നമുക്ക് അതിന്റെ പേയ്മെന്റ് തരും. സ്റ്റോക്ക് പെട്ടെന്ന് വിൽക്കാം, പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റും. വിത്തിൻ 1 ഇയർ നമുക്ക് അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അവയെല്ലാം ലോങ് ടേം ആണ്, അതായത് ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. അപ്പൊ ഇത് മാത്രമാണ് കറണ്ട് അസറ്റ്സ് കാറ്റഗറിയിൽ പെടുന്നത്. സോ ആൻസർ സി ആണ്, കറണ്ട് അസറ്റ് ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. ദ ഡെറ്റ്സ് വിച്ച് ആർ റീപെയ്ഡ് വിത്തിൻ എ ഇയർ ആർ നോൺ ആസ് ഡാഷ്. ഒറ്റ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് റീപേ ചെയ്യേണ്ട ഡെറ്റ്സിനെ എന്താ? പെട്ടെന്ന് റീപേ ചെയ്യേണ്ട ഡെറ്റ്സിനെ കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കും അല്ലെ? കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഉറപ്പില്ലാത്ത ലയബിലിറ്റി ആണ്. കണ്ടിജന്റ് ഉറപ്പില്ല, നമുക്ക് യാതൊരു ഷുവർട്ടിയും ഇല്ലാത്ത ലയബിലിറ്റി ആണ് കണ്ടിജന്റ് ലയബിലിറ്റി. ഫിക്സഡ് ലയബിലിറ്റി എന്താണ്?
നമ്മൾ ലോങ് ടേം ലയബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഫിക്സഡ് ലയബിലിറ്റി കൊണ്ട് വേറെ മീനിങ് ഒന്നുമില്ല. ലോങ് ടേം ലയബിലിറ്റി ആണ്. അതായത് ഡെറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ്, ഇതൊക്കെ ലോങ് ടേം ലയബിലിറ്റീസിൽ പെടും. അതേസമയത്ത് എന്താണ് കറണ്ട് ലയബിലിറ്റി? പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അതിനെ ഒരു അപേക്ഷികമാണ് ഈ 1 year എന്നൊക്കെ പറയുന്നത്, പക്ഷെ മാക്സിമം 1 yearനുള്ളിൽ കൊടുക്കേണ്ടി വരുന്ന എല്ലാ ലയബിലിറ്റിയും എന്നാണ് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ, സി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം കറണ്ട് ലയബിലിറ്റി ആണ്, പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിളിന്റെ ആദ്യത്തെ ഫേസ് എന്താണെന്ന് നോക്കാം. 1, മേക്കിംഗ് എ ഡിസിഷൻ അബൌട്ട് ദ ബിസിനസ്, പോസ്റ്റിംഗ് എൻട്രീസ് ടു ലെഡ്ജർ അക്കൗണ്ട്, പ്രിപ്പയറിംഗ് ദ ജേണൽ, ഐഡന്റിഫൈയിങ് ആൻ ഇക്കണോമിക് ഈവന്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻ. ഏറ്റവും ആദ്യത്തെ ജോലി എന്താണ്? വി വിൽ ഹാവ് ടു സീ വാട്ട് ആർ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്. അപ്പോ ക്യാഷ് ട്രാൻസാക്ഷൻസ് തന്നെ വേണമെന്നില്ല, ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്. ദാറ്റ് മീൻസ് വെൽത്ത് ഓർ ഇക്കോണമിയുടെ ഒരു മൂവ്മെന്റ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഏത്, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് വിൽ ബി ഓർ ദാറ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദാറ്റ് ഇക്കണോമിക് ട്രാൻസാക്ഷൻ. ആ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് എന്ത്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. ദ സെയിൽസ് ഇൻകം. 2 തരം സെയിൽസ് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഈസ് കോൾഡ് ഡാഷ്. എന്താ വിളിക്കുക? അതായത് സെയിൽസ് ഇൻകത്തെ ടേൺ ഓവർ. എന്താണ് ടേൺ ഓവർ? പർച്ചേസസ് റിട്ടേൺസ് സെയിൽസ് റിട്ടേൺസും അല്ല. ഈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ടേൺ ഓവർ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ടേൺ ഓവർ എന്ന വാക്കിന്റെ അർത്ഥം ആ ഒരു പീരിയഡില് നമ്മൾ നടത്തിയിട്ടുള്ള ടോട്ടൽ സെയിൽസിനെയാണ്, നമ്മൾ ആ ഒരു പീരിയഡിൽ നടത്തിയിട്ടുള്ള ടോട്ടൽ സെയിൽസിനെയാണ് എന്ത് വിളിക്കുക? ടേൺ ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ദ ഫസ്റ്റ് തിങ്, അല്ലെങ്കിൽ ഇവിടെ സെയിൽസിനെ, അതായത് ഒരു പീരിയഡ്, ഒരു പർട്ടിക്കുലർ പീരിയഡിലെ സെയിൽസിനെ, അതായത് ദ സെയിൽസ് ഇൻകം, ക്യാഷും ക്രെഡിറ്റും കൂടെ ചേർത്ത്, ക്യാഷ് സെയിൽസ് ആസ് വെൽ as ക്രെഡിറ്റ് സെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ സെയിൽസ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഈസ് കോൾഡ് ടേൺ ഓവർ. അതിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് വിളിക്കുക. 13th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ദ അക്കൗണ്ട് ദാറ്റ് റെക്കോർഡ്സ് എക്സ്പെൻസസ്, ഗെയിൻസ് ആൻഡ് ലോസസ് എന്താ വിളിക്കുക? നോമിനൽ അക്കൗണ്ട് അല്ലേ? അതായത് അക്കൗണ്ട് ദാറ്റ് റെക്കോർഡ്സ് എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസസും നോമിനൽ അക്കൗണ്ട് ആണ്. വേജസ് നോമിനൽ അക്കൗണ്ട്, സാലറീസ് നോമിനൽ അക്കൗണ്ട്, എന്താണ് റിന്യൂവൽസ്, റിപ്പയേഴ്സ് എല്ലാം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും നോമിനൽ അക്കൗണ്ടുകളാണ്, നോമിനൽ ഐറ്റംസ് ആണ്. ഗെയിൻസ് നോമിനൽ അക്കൗണ്ടുകളാണ്, എല്ലാ ഗെയിൻസും, അതായത് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഗെയിൻസ്, അതുപോലെ ലോസ്, അതുപോലെ ഗെയിൻസ്, ഇൻകംസ്, ഇതെല്ലാം എന്താണ്? ഗെയിൻസ് ഓർ ഇൻകംസും അതിനകത്ത് പെടുത്താവുന്നതാണ്. ടൈപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഒക്കെ കൂടെ ചേർന്നിട്ട് നമ്മൾ വിളിക്കുന്നത് നോമിനൽ അക്കൗണ്ട്. സോ ആൻസർ നോമിനൽ അക്കൗണ്ട്. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാനുള്ളത്, ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ഓൾ ട്രാൻസാക്ഷൻസ്. ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ഓൾ ട്രാൻസാക്ഷൻസ് ഫ്രം ദ ജേർണൽ ടു ദി ലെഡ്ജർ. അതായത് ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ഓൾ ട്രാൻസാക്ഷൻസ് ഫ്രം ദ ജേർണൽ ടു ദി ലെഡ്ജർ. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്കുള്ള ആ ഒരു പ്രോസസ് ഓഫ് എൻറ്ററിങ് ട്രാൻസാക്ഷൻസ് ഇസ് കോൾഡ് ഡാഷ്. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ചെയ്യുന്നത് പോസ്റ്റിംഗ് ആണ്. എന്താണ് പോസ്റ്റിംഗ്? നമ്മൾ ജേർണൽ നോക്കി ലെഡ്ജറിലേക്ക് എന്താ ചെയ്യുന്നു പറയുന്നത്? പോസ്റ്റ് ചെയ്യുന്നു എന്നാ പറയുന്നത്. അക്കൗണ്ട് ചെയ്യാണോ ചെയ്യുന്നത്? എൻട്രി ആണോ ചെയ്യുന്നത്? അല്ല, പോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ പോസ്റ്റിംഗ്. The process of entering transactions from journal to ledger is called posting. So answer is B. Posting എന്നാ വിളിക്കുക. അതേസമയത്ത് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. The dash is a statement that shows the financial status of a company at a given time. Dash is a statement, അതായത് ഒരു പർട്ടിക്കുലർ ഗിവൺ ടൈമിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ എന്താ പേര് വിളിക്കും? ബാലൻസ് ഷീറ്റ് അല്ലെ? ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, ട്രയൽ ബാലൻസ് അല്ല. ആൻസർ ബാലൻസ് ഷീറ്റ്, സിമ്പിൾ വൺ. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ റേഷ്യോ ദാറ്റ് റെഫേഴ്സ് ടു എ ഫേം
firm's ability to meet its short-term obligations out of its short-term resources is called a dash. നമ്മളത് റേഷ്യോ അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിനകത്ത് വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഫേമിന്റെ എബിലിറ്റി ആണ് ടു മീറ്റ് ദ ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ്. അതായത് ഷോർട്ട് ടേം ഓബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ഔട്ട് ഓഫ് ഷോർട്ട് ടേം റിസോഴ്സസ് ഈസ് കോൾഡ് ഡാഷ്. എന്താ വിളിക്കുക? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി. എന്താ ലിക്വിഡ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി? എന്താ ലിക്വിഡ് അസറ്റ്സ്? ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാല് കറണ്ട് അസറ്റ്സ് എക്സെപ്റ്റ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് അസറ്റ്സ് എക്സെപ്റ്റ് സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഇൻവെന്ററിയെ മാറ്റി നിർത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അസറ്റ്സ്. അതായത് വളരെ ഏറ്റവും ഷോർട്ട് ടേം ആയിട്ടുള്ള അസറ്റ്സ് ആണ് ലിക്വിഡ് അസറ്റ്സ്. ഈ ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയില്ല, കറണ്ട് ലയബിലിറ്റി തന്നെയാണ്. ഈസ് കോൾഡ് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. സോ ആൻസർ ഈസ് ലിക്വിഡ് റേഷ്യോ. കറക്റ്റ് ആണ്. എല്ലാവർക്കും അതിന്റെ റീസൺ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറണ്ട് ലയബിലിറ്റി ഓഫ് എ ഫേം? ഈ തന്നിരിക്കുന്നതിൽ കറണ്ട് ലയബിലിറ്റി ഏതാണ്? ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഓൾ ദി അബവ്. ആൻസർ എല്ലാവർക്കും കിട്ടി കാണുമല്ലോ അല്ലെ? ഓൾ ദി അബവ് തന്നെ അല്ലേ? കാരണം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്, ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഓൾസോ കറണ്ട് ലയബിലിറ്റി. അപ്പോ ഇതെല്ലാം കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് സോ ദ ആൻസർ ഇസ് ഓൾ ദി അബവ്. നോക്കാം. കറണ്ട് റേഷ്യോ ഈസ് ഡാഷ്. കറണ്ട് റേഷ്യോ കിട്ടിയില്ലേ? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോ ആൻസർ എ എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ആൻസർ കിട്ടി എല്ലാവർക്കും. സോ ഞാൻ അതിന് ഒരുപാട് സമയം കളയുന്നില്ല, സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട്. 19. എ ഹയർ ഇൻവെന്ററി റേഷ്യോ, എ ഹയർ ഇൻവെന്ററി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. എന്താണ് ഇൻവെന്ററി റേഷ്യോ അഥവാ ഇൻവെന്ററി റേഷ്യോ ഹയർ ആകുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് ക്വിക്ക് ഇൻവെന്ററി ടേൺ ഓവർ, ബെറ്റർ ഇൻവെന്ററി മാനേജ്മെന്റ്, ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. എന്താണ് ഇൻവെന്ററി റേഷ്യോ എന്ന് പറഞ്ഞാല്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാല് ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക്, ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ്, അല്ലെങ്കിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക്. അതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇത് കാണിക്കുന്ന എന്തിനെയാണ്? ക്വിക്ക് ഇൻവെന്ററി ടേൺ ഓവർ തന്നെയല്ലേ? അതായത് നമ്മൾ എത്ര പെട്ടെന്ന് ഇൻവെന്ററി ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇൻവെന്ററി. അതായത് അതാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നൗ ദ പൊസിഷൻ ഈസ് അറ്റ് ഇൻവെന്ററി. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്ക് വിറ്റ് ക്യാഷ് ആകുന്നു, ക്യാഷ് കൊടുത്ത് വീണ്ടും സ്റ്റോക്ക് വാങ്ങിക്കുന്നു, വീണ്ടും ആ സ്റ്റോക്കിനെ വീണ്ടും വിൽക്കുന്നു, ക്യാഷ് ആകുന്നു, ക്യാഷ് കൊടുത്ത് വീണ്ടും സ്റ്റോക്ക് വാങ്ങിക്കുന്നു. ഇത് ഒരു വർഷം എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. സോ ക്വിക്ക് ഇൻവെന്ററി ടേൺ ഓവർ ഒരു ഹയർ ഇൻവെന്ററി റേഷ്യോയാണ് കാണിക്കുന്നത് അല്ലേ? അതുപോലെ ബെറ്റർ ഇൻവെന്ററി മാനേജ്മെന്റ് ബെറ്റർ ആക്കാനാണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്നതും മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതും, അതായത് ഇൻവെന്ററി ടേൺ ഓവർ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നതും. സോ ആൻസർ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ അല്ലെ? ബുക്ക് കീപ്പിംഗ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡാഷ് പാർട്ട് ഓഫ് ദി അക്കൗണ്ടിങ് പ്രോസസ്. ബുക്ക് കീപ്പിംഗ് എന്താണ്? ബുക്ക് കീപ്പിംഗ് ആണ് ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ആണ്. അതായത് ഓഡിറ്റിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ ബുക്ക് കീപ്പിംഗ്? അല്ല. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞ് അക്കൗണ്ടിങ് കഴിഞ്ഞ് അതിനടുത്ത സ്റ്റേജ് ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, എക്സാക്ട്ലി ട്രൂ. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്, ആ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിംഗ് ആണ് എന്ത്? ബുക്ക് കീപ്പിംഗ്. അടുത്ത് പറഞ്ഞിരിക്കുന്ന പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല, അത് അക്കൗണ്ടിംഗ് ജോബാണ്, ബുക്ക് കീപ്പിംഗ് ജോബ് അല്ല. അനലൈസിങ്, അതും എന്താണ്? അനലൈസിംഗ് എന്ന് പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ജോബാണ്. ഇതിനെയെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം മാനേജേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ റീഡ്രാഫ്റ്റ് ചെയ്യുന്ന ജോലിയാണ് അനാലിസിസിൽ നടക്കുന്നത്. അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ആണ്, ബുക്ക് കീപ്പിംഗിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇതിനകത്ത് ഏതാണ്? റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ, ബി. എല്ലാവർക്കും ആൻസറുകൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് എ ഡാഷ്. എന്തിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണോ? അല്ല, തെറ്റ്. തെറ്റാണ്. അടുത്ത ബി ഓപ്ഷനിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ആയിരിക്കണ്ടേ? അതല്ലേ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും
കറക്റ്റ് ആൻസർ ആവാവുന്ന ഒരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തേലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഡി എന്താണ്? സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ആൻസർ എന്താണ്? സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 22. ജനറലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്? ഒരു ട്രേഡർ ആവാമോ, ഒരു സൊസൈറ്റി ആകുമോ, കമ്പനി ആകുമോ, ഗവൺമെന്റ് ആകുമോ? ബാക്കിയുള്ള എല്ലാം എന്താണ്? സ്ട്രക്ചേർഡ് ആണ്. സൊസൈറ്റി ഒരു പ്രോപ്പർ ഫോർമാറ്റിലുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ, എന്താണ്, അക്കൗണ്ടിങ് അവിടെ ഉണ്ട്, ഒരു അക്കൗണ്ടിങ് ഫോർമാറ്റ് ഒക്കെ ഉള്ളതാണ്. അതേസമയത്ത് കമ്പനി ആണെങ്കിലോ അതിനും അക്കൗണ്ടിങ് ഫോർമാറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറിലി ആണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഗവൺമെന്റിനും സ്റ്റാറ്റ്യൂട്ടറിലി ഓൺലി ഗവൺമെന്റ് ഓൾസോ ക്യാൻ ഡു. ട്രേഡർക്ക് മാത്രമേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാവുന്നുള്ളത്. ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നത് ട്രേഡേഴ്സിനെയാണ്. അപ്പൊ അതുകൊണ്ട് ട്രേഡറുടെ കേസിലായിരിക്കും എന്താണ് ഈ അതായത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് സാധാരണ ഇതുപോലെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റീസ് ആണ്. അതുകൊണ്ട് ട്രേഡർ എന്നുള്ള ആൻസർ കറക്റ്റ് ആവാം. നമ്മള് 23-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ 23-ാമത്തെ ക്വസ്റ്റ്യനിൽ ഇഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതിന്റെ ഫിഗേഴ്സ് ശ്രദ്ധിക്കാം. ഇഫ് ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് 60,000, ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000, ഡ്രോയിങ്സ് 5,000, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് 10,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 90,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്? അതായത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000. അതിനാദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000, ഡ്രോയിങ്സ് 5,000. ഡ്രോയിങ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡ്രോയിങ് 2-3 രീതി ചെയ്യാം. ഇതൊന്നുകിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്തിട്ട് ഇതിനെല്ലാം ആഡ് ബാക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000 രൂപ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ സാധാരണ രീതിയിൽ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് 5,000 മൈനസ്, അപ്പൊ 55,000 ആവും. എന്നിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് 10,000 കൂട്ടുമ്പോൾ അത് 65,000 ആവും. അല്ലെ? ഇതാണ് ശരിക്ക് വരേണ്ടത്, 65,000. പക്ഷേ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയുണ്ട്? 90,000 ഉണ്ട്. അപ്പോ 65,000ത്തിന്റെ കൂടെ എന്തും കൂടെ ചേർന്ന് കാണും? പ്രോഫിറ്റും കൂടെ ചേർന്നിട്ടുണ്ടാവും. 65,000 പ്ലസ് 25,000 എത്രയാണ്? 90,000 അല്ലേ? അപ്പോ പ്രോഫിറ്റ് 25,000 രൂപയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻസർ എത്രയായിരിക്കും വരുന്നത്? ആൻസർ ബി ആണ്, 25,000. ശരി, ഉത്തരം കിട്ടിയില്ലേ? 24-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ലയബിലിറ്റീസ് ആൻഡ് അസെറ്റ്സ് എമൗണ്ടഡ് ടു ₹50,000 ആൻഡ് ₹78,000. ദ ഡിഫറൻസ് എമൗണ്ട് വിൽ റെപ്രസെന്റ് ഡാഷ്. അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അസറ്റ് എത്രയാണ്? 50, അല്ല, ലയബിലിറ്റി 50,000, അസറ്റ് 78,000. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ ആൻസർ ഡി. ഡി എന്താണ്? ക്യാപിറ്റൽ. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അതല്ലേ? അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. യെസ്, 25-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ എ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് കോൾഡ്. എന്തായിരിക്കും? ഡബിൾ എൻട്രി സിസ്റ്റം ഇല്ലാത്ത എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് കോൾഡ് ഡാഷ്. അതായത് ക്യാഷ് സിസ്റ്റം, മഹാജനി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ഇത് നോർത്ത് ഇന്ത്യയിലുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നു. ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, നൺ ഓഫ് ദീസ്. അല്ല, ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കറക്റ്റ് ആണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഇതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം, കുറച്ചുകൂടെ നന്നായിട്ട് പറയാവുന്ന ആൻസർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളതാണ്. ആക്ച്വലി ഒരു സിസ്റ്റവും ഇല്ലാത്ത സിസ്റ്റത്തെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡബിൾ എൻട്രി അല്ലെങ്കിൽ സിംഗിൾ എൻട്രി, ഈ രണ്ട് സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്. മറ്റൊന്ന് 26-ാമത്തത്. ക്രെഡിറ്റ് പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ഡാഷ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ത് വരച്ച നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടാണോ? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടാണോ? ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ടാണോ? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ടാണോ? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ? ടോട്ടൽ
ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ്, ക്രെഡിറ്റേഴ്സ് കൂട്ടുന്ന ഐറ്റംസ്, അതായത് കൂടിയ വീണ്ടും ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ക്രെഡിറ്റേഴ്സ് കൂടും. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസസ് ക്രെഡിറ്റ് ചെയ്യും, അതുപോലെ ക്രെഡിറ്റ് പർച്ചേസസ് കുറയുന്ന ഐറ്റംസ് ഡെബിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്രെഡിറ്റ് സൈഡിൽ കാണും ബാലൻസിങ് ഫിഗർ. അടുത്ത ഐറ്റം, അപ്പോ ആൻസർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എ തന്നെയാണ് ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അക്കൗണ്ട്സ് ദാറ്റ് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഡാഷ്. സിംഗിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ, accounts that are maintained under single entry system is called personal account, impersonal account, പേഴ്സണലും ഇംപേഴ്സണലും കൂടെ ചേർത്ത് നൺ ഓഫ് ദീസ് അല്ലേ. അക്കൗണ്ട്സ് ദാറ്റ് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് പേഴ്സണൽ അക്കൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിംഗിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ ഡാഷ്. സിംഗിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ സ്മോൾ ഫേംസ് അല്ലേ. സ്വാഭാവികമായിട്ട് സ്മോൾ ഫേംസ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്നത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്കൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അവർക്ക് ഫോർമാറ്റുകളും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പാറ്റേണും ഒക്കെ ഉള്ളതാണ്. നൺ ഓഫ് ദീസ് എന്തായാലും ആൻസർ അല്ല. സ്മോൾ ഫേംസ് ആണ് ഇങ്ങനെയുള്ള ഈ ഇൻഫോർമൽ വേയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോ ആൻസർ സ്മോൾ ഫേംസ് ആണ്, യാതൊരു സംശയവും വേണ്ട. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് അസർട്ടൈൻഡ് ബൈ ഡാഷ്. എന്ത് വരച്ചാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അതായത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുത്താൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചാൽ ലയബിലിറ്റി സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും എഴുതുക, അസറ്റ് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റ്സും എഴുതുക ആ ഓപ്പണിംഗ് ഡേറ്റിലുള്ള. എന്നിട്ട് നമ്മളൊരു ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിൽ ഇത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഓപ്പണിംഗ് ബാലൻസ് അല്ലെ. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അഥവാ ഡി ആൻസർ ആണ് കറക്റ്റ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എക്സീഡ്സ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതായത് വെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എക്സീഡ്സ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റല് ഓപ്പണിംഗ് ക്യാപിറ്റലിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവുമാണെങ്കിൽ ഡിഫറൻസ് പ്രോഫിറ്റ്. ഡിഫറൻസ് പ്രോഫിറ്റ് എന്ന് പറയാം അല്ലെ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എക്സീഡ് ചെയ്യുന്നു ക്ലോസിംഗ് ക്യാപിറ്റൽ എക്സീഡ് ചെയ്യുന്നു ഓപ്പണിംഗ് ക്യാപിറ്റലിനെങ്കിൽ അതിനെ പ്രോഫിറ്റ് എന്ന് പറയാം. പ്രോഫിറ്റ് ഇഫ് ദർ ഈസ് നോ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രഷ് ക്യാപിറ്റൽ, പ്രോഫിറ്റ് എന്ന് പറയാം. ഫ്രഷ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് എന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഇത് കറക്റ്റ് ആകും. നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് കറക്റ്റ് ആകും. സോ കാരണം അങ്ങനെയും ഇതിനകത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ എക്സീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്സിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സി ആൻസർ കറക്റ്റ് ആയിട്ട് ആണെന്ന് പറയേണ്ടി വരുന്നത്. നോ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോ ലോസ്. അതേസമയത്ത് 31st ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇസ് 0, ക്ലോസിംഗ് ക്യാപിറ്റൽ ഇസ് 5000, ദെൻ വാട്ട് ഇസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ 0 ക്ലോസിംഗ് ക്യാപിറ്റൽ 5000 അങ്ങനെയാണെങ്കിൽ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ല, 0 പറയുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ 5000 ആണെങ്കിൽ ആൻസർ പ്രോഫിറ്റ് ആണ്. കാരണം ആ 5000 രൂപ പ്രോഫിറ്റ് ആണ് ഇപ്പോ ഏതിൽ കാണിക്കുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റലിൽ കാണിക്കുന്നത്. സോ ആൻസർ ഈസ് സി, പ്രോഫിറ്റ് ഓഫ് ₹5000. നമുക്ക് 32 ക്വസ്റ്റ്യൻ നമ്പർ 32 വരികയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് മെക്കാനിസം ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഡാഷ്. സയന്റിഫിക് ആണോ, അൺസയന്റിഫിക് ആണോ, അൺസിസ്റ്റമാറ്റിക് ആണോ? എന്ത് പറയും? അൺസയന്റിഫിക് ആണ് അല്ലെ. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് മെക്കാനിസം എന്ന് പറയുന്നത് അൺസയന്റിഫിക് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ്. സോ ആൻസർ ബി ആണ്, അൺസയന്റിഫിക് ആണ്. അതേസമയത്ത് ഇത് സിസ്റ്റമാറ്റിക് അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് സിസ്റ്റമാറ്റിക് ഒക്കെയാണ്. കാരണം അത് ചെയ്യുന്നതിനും ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സി ആൻസർ ആവില്ല, കാരണം ഇത് അൺസിസ്റ്റമാറ്റിക് അല്ല, ഇത് സിസ്റ്റമാറ്റിക് ഒക്കെ തന്നെയാണ്. അതിനകത്തൊരു സിസ്റ്റം, അതുകൊണ്ട് അതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അടുത്തത്
അതേസമയത്ത് സയന്റിഫിക് അല്ല. അതുകൊണ്ടാണ് ബി ആൻസർ കറക്റ്റ് ആയിട്ട് വന്നത്. ബിയും സിയും കറക്റ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം സി എന്നുകൊണ്ട് അൺസിസ്റ്റമാറ്റിക് എന്നുള്ളതാണ്. അൺസിസ്റ്റമാറ്റിക് അല്ല, ഇത് ആര് ചെയ്താലും ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്, സയന്റിഫിക് അല്ല എന്നുള്ളതേ ഉള്ളൂ. 33ാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇസ് പ്രിപ്പയർഡ് ടു ഡാഷ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇസ് പ്രിപ്പയർഡ് ടു know about the assets, know about the liabilities, know to calculate capital, to know the financial position. Statement of affairs ഏതായിരിക്കാം ആൻസർ? കാൽക്കുലേറ്റ് ക്യാപിറ്റൽ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും, ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കും. അപ്പോ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനകത്തുള്ള ആൻസർ. അപ്പൊ എല്ലാവർക്കും ആൻസറുകൾ മനസ്സിലാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അക്കൗണ്ട്സ് ആർ യൂഷ്വലി ഹെൽഡ് യൂസിങ് എ സിംഗിൾ എൻട്രി സ്കീം. അക്കൗണ്ട്സ് ആർ യൂഷ്വലി ഹെൽഡ് യൂസിങ് എ സിംഗിൾ എൻട്രി സ്കീം ബൈ, അതായത് സിംഗിൾ എൻട്രി സ്കീംസ് ഉപയോഗിച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സൊസൈറ്റി ആവില്ല, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. കാരണം സൊസൈറ്റിക്ക് സ്ട്രക്ചർ ഉണ്ട്, കമ്പനിക്ക് സ്ട്രക്ചർ ഉണ്ട്, സോൾ ട്രേഡർക്ക് സ്ട്രക്ചർ ഒന്നുമില്ല, എങ്ങനെ വേണോ ആവാം. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, an incomplete records generally maintained by ആരാവാം? സ്മോൾ സൈസ്ഡ് സോൾ ട്രേഡർ അല്ലേ? ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്, കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത്, which of the following methods are used for the valuation of goodwill? ഗുഡ്വിൽ വാല്യൂ ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, ഓൾ ദി അബവ്. അപ്പൊ ആൻസർ ഓൾ ദി അബവ് ആണ്, കാരണം ഇത് എല്ലാ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്, എല്ലാ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. യെസ്, ടു അഡ്വാൻസ് എ ലോൺ, ടു അഡ്വാൻസ് എ ലോൺ അല്ലെ, സോറി, which is the primary purpose of valuation of share? ഷെയർ വാല്യൂ ചെയ്യുന്നതിന്റെ, ഷെയർ വാല്യുവേഷന്റെ പർപ്പസ് ഒന്ന്, ടു അഡ്വാൻസ് ലോൺസ് അഗൈൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഷെയർസ്. പിന്നെ ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ എംപ്ലോയീസ്, ESOP എന്ന് പറയില്ലേ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നൊക്കെ പറയും. സോ ഷെയർസ് ബൈ എംപ്ലോയീസ് where they can retain their shares till the period of their employment, to purchase a block of share, to acquire control in the company, all the above. Obviously answer all the above തന്നെ, കാരണം ഇതെല്ലാം ഈ മോളിൽ പറഞ്ഞ എല്ലാ പർപ്പസുകൾക്കും വേണ്ടി തന്നെയാണ് നമ്മൾ ഷെയർ വാല്യുവേഷൻസ് നടത്തുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. 38th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following factors is not affecting the goodwill of a company? ഒരു കമ്പനിയുടെ ഗുഡ്വില്ലിനെ അഫക്ട് ചെയ്യാത്ത ഫാക്ടർ ഒന്ന്, ലൊക്കേഷൻ ഓഫ് ദ കമ്പനീസ് കസ്റ്റമേഴ്സ്. കമ്പനിയുടെ കസ്റ്റമറുടെ ലൊക്കേഷൻ, കമ്പനീസ് ലൊക്കേഷൻ വരാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അഫക്ടിങ് ദ ഗുഡ്വിൽ? കണ്ടോ, ദ ലൊക്കേഷൻ ഓഫ് കമ്പനീസ് കസ്റ്റമേഴ്സ്, കമ്പനിയുടെ കസ്റ്റമർ എവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ദ നേച്ചർ ഓഫ് ബിസിനസ്, അഫക്ട് ചെയ്യാവുന്ന ഒരു റീസൺ ആണ്. ദ എഫിഷ്യൻസി ഓഫ് ദ കമ്പനീസ് മാനേജ്മെന്റ്, അത് ഗുഡ്വില്ലിന്റെ കാരണം തന്നെയാണ്. നൺ ഓഫ് ദി അബവ് അല്ല. അപ്പോ ആൻസർ എ അല്ലേ? അതായത് ലൊക്കേഷൻ ഓഫ് കമ്പനി എന്താണ് ഫാക്ടർ ആണ്, ലൊക്കേഷൻ ഓഫ് കമ്പനി. പക്ഷേ ലൊക്കേഷൻ ഓഫ് കമ്പനീസ് കസ്റ്റമേഴ്സ്, അത് കമ്പനിക്ക് എന്താ, കമ്പനിയുടെ കസ്റ്റമർ എവിടെ നിൽക്കുന്നു എന്ന് ആശ്രയിച്ചിട്ടാണോ കമ്പനിയുടെ ഗുഡ്വിൽ തീരുമാനിക്കുന്നത്? അല്ല. പക്ഷെ കമ്പനിയുടെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ബുക്ക് സ്റ്റാൾ ഇൻ ഫ്രണ്ട് ഓഫ് എ സ്കൂൾ, ബുക്ക് സ്റ്റാൾ ഇൻ ഫ്രണ്ട് ഓഫ് എ കോളേജ്. കണ്ടില്ലേ, ലൊക്കേഷൻ അവിടെ വലിയ ഫാക്ടർ ആണ്. അത് ഗുഡ്വില്ലിന്റെ റീസൺ ആണ്, പക്ഷേ കസ്റ്റമറുടെ അത് റീസൺ അല്ല. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഗുഡ്വിൽ അണ്ടർ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ആന്യൂറ്റി ഫാക്ടർ അല്ല, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പൊ അവിടെ കണ്ടോ, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആയതുകൊണ്ട് ആൻസർ സി ആണ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആണെങ്കിൽ ആൻസർ ഡി ആണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ചാണെങ്കിൽ ആൻസർ ബി ആണ്. പക്ഷേ ഇൻറ്റു ആന്യൂറ്റി ഫാക്ടർ ഇവിടെ എവിടെയും വരുന്നില്ല. അത് ഒരു ഫോർമുലയ്ക്ക്, ഒരു മെത്തേഡിനും ആന്യൂറ്റി ഫാക്ടർ വേണ്ട. ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് പ്രൈസ് ആണ് മെത്തേഡ്. അപ്പൊ ഞാൻ 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ.
The weighted average method is calculating goodwill should be followed only when, അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗുഡ്വിൽ കാൽക്കുലേഷന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എടുക്കുന്നത് എപ്പോ മാത്രമാണ്? ഈസ് ഫോളോഡ് ഓൺലി വെൻ ദ പ്രോഫിറ്റ്സ് ഹാവ് എ ഡിക്രീസിംഗ് ട്രെൻഡ്, അല്ലെ? ദ പ്രോഫിറ്റ്സ് ഹാവ് എ ഡിക്രീസിംഗ് ട്രെൻഡ്. മറ്റൊന്ന് ദ പ്രോഫിറ്റ്സ് ആർ അൺഈവൻ. ഇനിയൊന്ന് ദ പ്രോഫിറ്റ്സ് ഹാവ് ആൻ ഇൻക്രീസിംഗ് ട്രെൻഡ്. മറ്റൊന്ന് നൺ ഓഫ് ദി അബവ്. എന്താണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രോഫിറ്റ്സ് ഹാവ് ആൻ ഇൻക്രീസിംഗ് ട്രെൻഡ് ഉള്ളപ്പോഴാണ്. അതായത് ഒരു വർഷം പ്രോഫിറ്റ് 25,000, അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് അതിനേക്കാൾ കൂടുതൽ, അതിനടുത്ത വർഷം പ്രോഫിറ്റ് വീണ്ടും കൂടുതൽ. അപ്പോൾ ഓരോ വർഷവും എന്താണ് വെയ്റ്റ്സ് വരുന്നുണ്ട്, അതായത് കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത്, അതായത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അൺഈവൻ ആയതുകൊണ്ട് തന്നെ, പക്ഷേ അൺഈവൻ അല്ല, ഇൻക്രീസിംഗ് ആണ്, ഇൻക്രീസിംഗ് ട്രെൻഡ് ആകുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, അടുത്ത ക്വസ്റ്റ്യൻ. ദ കമ്പനി ഈസ് എ ഗോയിങ് കൺസേൺ കമ്പനി. സോറി, അതിന്റെ അല്ല, അതിന്റെ ക്വസ്റ്റ്യൻ അടുത്ത 42. ദ നെറ്റ് അസറ്റ് വാല്യൂ. നെറ്റ് അസറ്റ് വാല്യൂ എന്താണ്? നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ്. അത് എന്താണ് നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കമ്പനി ഈസ് ഗോയിങ് ടു ബി ലിക്വിഡേറ്റഡ്. എപ്പോഴാണ് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ എടുക്കുന്നത്? കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുന്ന സമയത്ത്. കമ്പനി ഗോയിങ് കൺസേൺ ആകുമ്പോഴല്ല. എയും ബിയും കറക്റ്റ് അല്ല, എ ആൻഡ് ബി കറക്റ്റ് അല്ല, എ ബി ഇൻകറക്റ്റ് അല്ല, എ കറക്റ്റ് ആണ്. എ എന്താണ് ആൻസർ? കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുന്ന സമയത്താണ് നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡ് ഉപയോഗിച്ച് ഷെയർസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ വാല്യൂ ഓഫ് എ പാർഷ്യലി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ഈസ് ഈക്വൽ ടു ഡാഷ്. പാർഷ്യലി പെയ്ഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയറിന് എന്തിന് തുല്യമാണ്? ദ വാല്യൂ ഓഫ് എ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ മൈനസ് കോൾസ് അൺപെയ്ഡ് പെർ ഷെയർ. അത് തന്നെയാണ് കറക്റ്റ്. അതായത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മൈനസ് അൺപെയ്ഡ് കോൾസ് പെർ ഷെയർ. ഒരു ഷെയറിന്റെ പുറത്ത് എത്ര അൺപെയ്ഡ് കോൾസ് ഉണ്ട് അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ ആൻസർ ഇസ് എ. ബാക്കിയൊന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. സോ വി ആർ കമ്മിങ് ടു ദ 44th ക്വസ്റ്റ്യൻ. 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഡാഷ് ഈസ് ദ മെയിൻ റീസൺ why the intrinsic value of a share is lesser than the market value. എന്ത് കാരണത്താലാണ് ഇൻട്രിൻസിക് വാല്യൂ, ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറയുന്നത്? എപ്പോഴാണ്? ഷെയർസ് ഓവർ വാല്യൂ ചെയ്യുമ്പോഴല്ലേ? മാർക്കറ്റ് ഇസ് ഓവർ വാല്യൂയിങ് ദ ഷെയർസ്. മാർക്കറ്റ് ഷെയർസിനെ ഓവർ വാല്യൂ ചെയ്യുമ്പോഴാണ് എന്ത്? ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ കുറയുന്നത്. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ ഇൻട്രിൻസിക് വാല്യൂ കുറയുന്നതിന്റെ റീസൺ എന്താണ്? ഓവർ വാല്യൂയിങ് ദ ഷെയർ ആണ്. ദ മാർക്കറ്റ് ഈസ് ഓവർ വാല്യൂയിങ് ദ ഷെയർ. എന്റെ ഒന്ന് സ്ട്രക്കായി, എന്റെ ലാപ്പ് ഒന്ന് സ്ട്രക്ക് ആയിട്ടുണ്ട്. ഒരു ഫ്യൂ മിനിറ്റ്സ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സ്ട്രക്ക് ആയിപ്പോയി. എല്ലാവർക്കും ഈ ആകുന്നവരൊക്കെ ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞേക്കാം. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ അതിനായിട്ട് നെറ്റ്വർത്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെ? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ്വർത്ത് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂവിന്റെ കാൽക്കുലേഷനിലേക്ക് വരുന്നത്. സോ അപ്പൊ അതുകൊണ്ട് എന്റെ ഈ ഒരു സ്ട്രക്ക് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു 5 മിനിറ്റ്സ് എന്ന് സോ അപ്പോ ഇപ്പോഴും അതൊന്ന് ഹാങ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. So what is the main reason why the intrinsic value of share is lesser than its market value? അപ്പോൾ അതിന്റെ റീസൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇൻട്രിൻസിക് വാല്യൂ
എന്താണ് ഷെയറിന്റെ വാല്യൂസ് ഓവർ വാല്യൂ ചെയ്യുന്നത്, അതായത് മാർക്കറ്റിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ, അതായത് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു വാല്യൂവേഷൻ ഉണ്ടല്ലോ, മാർക്കറ്റിന്റെ വാല്യൂസ് അല്ലെങ്കിൽ മാർക്കറ്റ് അണ്ടർ വാല്യൂയിങ് ദ ഷെയർ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ കുറയുന്നത്. 45th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. The market-based methods for the valuation of a share should not be adopted. അതായത് market-based methods for the valuation of share should not be adopted if ഓപ്ഷൻസ് കണ്ടോ, assets of a business are lesser than liability. മറ്റൊന്ന്, അതായത് അസറ്റ്സ് കുറവാണ് ലയബിലിറ്റി കൂടുതലാണെന്ന്. പിന്നെ the company is too small, കമ്പനി ചെറുതാണ്. മറ്റൊന്ന്, it becomes difficult to estimate the realizable value of a going concern. And then finally, there are massive fluctuations in the market price. ഏതായിരിക്കും എന്റെ ആൻസർ? തീർച്ചയായിട്ടും ഡി തന്നെയാണ്. ദ മാസീവ് ഫ്ലക്ച്വേഷൻസ് ഇൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിലെ ഈ ഇത്രയും ഭയങ്കര ഫ്ലക്ച്വേഷൻസ്, അതായത് ഈ ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസ് ആണ് ഈ മാർക്കറ്റ് ബേസ്ഡ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഷെയർസ്, അതിനുള്ള റീസൺ അത് തന്നെയാണ്. 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഷെയർ ഇസ് പ്രിഫേർഡ് വെൻ. എപ്പോഴാണ്? അതായത് when the shares are not listed, ഷെയർ ഒരു രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ എന്ന് പറയുന്നു. അല്ല, when there is a valuation of division within the company, അതായത് മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ആണ്. മാർക്കറ്റ് വാല്യൂ മെത്തേഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഷെയർ, ഷെയറിന്റെ വാല്യുവേഷൻ. തീർച്ചയായിട്ടും വാല്യുവേഷൻ ഫോർ ഡിവിഷൻ വിത്തിൻ ദ കമ്പനി, കമ്പനിയുടെ എന്താണ് ഇൻസൈഡ് ഡിവിഷൻസിന് വേണ്ടിയിട്ട് അല്ല നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. when the shares of a company are frequently traded in stock exchange that has nationwide trading, none of the above. അപ്പോൾ ഇതിനകത്ത് ആൻസർ സി ആണ്. എന്തുകൊണ്ട്? കാരണം when the shares of a company are frequently traded, ഇത് നമ്മൾ ഷെയർ മാർക്കറ്റില് ഷെയറുകൾ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ ട്രേഡിന് വരുന്ന സമയത്താണ് നമ്മൾ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഷെയർസ് വാല്യൂ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ റീസൺ. മറ്റൊന്ന് 47th ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ എമൗണ്ട് ദാറ്റ് ഇസ് ടാർഗറ്റഡ് ആസ് ഗുഡ്വിൽ, the amount that is treated as goodwill by a firm is paid for obtaining dash. Present benefit ആണോ, ഫ്യൂച്ചർ ബെനിഫിറ്റ് ആണോ, ബോത്ത് എ ആൻഡ് ബി, അതായത് രണ്ടും കൂടിയാണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്, ഇതിൽ ഈ മേളി പറഞ്ഞ ആൻസർ ഒന്നുമല്ലേ എന്നുള്ളതാണ്. നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് ഭാവിയിൽ ഏൺ ചെയ്യാനാകുന്ന പ്രോഫിറ്റിനെ സമ്മതിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അസർട്ടൈൻമെന്റ് ആണ് എന്ത് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതായത് ഗുഡ്വിൽ ഉള്ള ഓർഗനൈസേഷന് ഭാവിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇറ്റ് ഇസ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. ദ എമൗണ്ട് ദാറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ഗുഡ്വിൽ ബൈ ഫേം ഈസ് പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ ഫോർമുല ഫോർ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ഡാഷ് multiplied by price earning ratio, PE ratio. ഏതുകൊണ്ടാണ് PE റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട? EPS കൊണ്ടാണ് അല്ലേ? ഫോർമുല ഫോർ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഇസ് EPS into PE ratio. EPS into PE. What is EPS? Earnings per share. So answer is C, earnings per share ആണ്. Earnings per share into PE ratio is equal to valuation of equity share. ഓക്കെ, അപ്പൊ നമുക്ക് 49th ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. The shares appear at dash. The shares appear at a dash in the balance sheet of a company. അതായത് ഷെയർസ് അപ്പിയർ അറ്റ്, നോർമലി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഷെയർസ് ഏത് പ്രൈസിലാണ് കാണിക്കുക? പെയ്ഡ് അപ്പ് വാല്യൂലാണോ, മാർക്കറ്റ് വാല്യൂലാണോ, അഡ്ജസ്റ്റഡ് മാർക്കറ്റ് വാല്യൂലാണോ? നൺ ഓഫ് ദി അബവ്. എന്തായാലും നൺ ഓഫ് ദി അബവ് അല്ല, കാരണം പെയ്ഡ് അപ്പ് വാല്യൂ കിടപ്പുണ്ട്. ബാലൻസ് ഷീറ്റില് ഷെയർസിന്റെ വാല്യൂ വരുന്നത് ഓൾവേസ് എന്താണ്? പെയ്ഡ് അപ്പ് വാല്യൂന്റെ ബേസിസിലാണ്. ഒരിക്കലും മാർക്കറ്റ് വാല്യൂല് നമ്മൾ ഷെയർ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, കാരണം ബാലൻസ് ഷീറ്റിലൊക്കെ ഇതിന്റെ റിയൽ പൊസിഷൻസ് ആണ്.
പെയ്ഡ് അപ്പ് വാല്യൂ മാത്രമേ കാണിക്കുള്ളൂ. ആ സമയത്ത് മാർക്കറ്റ് പ്രൈസസ് ഒക്കെ നമ്മൾ വരുന്നത് എന്താണ്, ബാക്കിയുള്ള ഈ ഷെയറിന്റെ ഏർണിങ്സോ അല്ലെങ്കിൽ ഈ ഷെയറിന്റെ ബെനഫിറ്റ്സോ അല്ലെങ്കിൽ മറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ എടുക്കുന്നത്. പക്ഷേ പെയ്ഡ് അപ്പ് വാല്യൂവിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, which of the following is not essential to calculate the yield value per share? ഷെയറിന്റെ yield വാല്യൂ അല്ലെങ്കിൽ yield per share കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് which is not essential, ആവശ്യമല്ലാത്തത്. സൂപ്പർ പ്രോഫിറ്റ് തീർച്ചയായിട്ടും ആണല്ലേ. പെയ്ഡ് അപ്പ് വാല്യൂ, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, എക്സ്പെക്ടഡ് റേറ്റ്. കണ്ടില്ലേ, സൂപ്പർ പ്രോഫിറ്റ് ഒന്നും എന്താണ്, സൂപ്പർ പ്രോഫിറ്റ് yield per share കാൽക്കുലേറ്റ് ചെയ്യുന്ന സൂപ്പർ പ്രോഫിറ്റിന്റെ ബേസിസിലൊന്നും അല്ല, നോർമൽ പ്രോഫിറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പോ റോങ് ആൻസർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ്, ഫോർ എനി ഓർഗനൈസേഷൻ ഗുഡ്വിൽ ഇസ് ഡാഷ്. ഗുഡ്വിൽ ഇസ് വാല്യൂബിൾ അസെറ്റ്, നോൺ കറണ്ട് അസെറ്റ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്. സോ ആൻസർ ഇസ് all the above. കാരണം it is a valuable asset, it is a non current asset, intangible asset ആണ്. നോൺ കറന്റ് ആണ്, മീൻസ് ഇത് ലോങ് ടേം അസറ്റ് ആണ്. മീൻസ് ഇപ്പൊ നമ്മള് പേറ്റന്റ് റേറ്റ് എന്നൊക്കെ, നോർമലി പേറ്റന്റ് റേറ്റ് കിട്ടുന്നത് തന്നെ 12 ഇയേഴ്സിനൊക്കെ 7 ഇയേഴ്സിനൊക്കെ കിട്ടുന്ന പേറ്റന്റ് റേറ്റ് ഉണ്ട്, 12 ഇയേഴ്സിനൊക്കെ കിട്ടുന്ന പേറ്റന്റ് റേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ലോങ് ടേം ആണ്. 1 ഇയർ അബോവ് ഉള്ള അസറ്റ്സും ലോങ് ടേം അസറ്റ് ആണ്. അതുപോലെ ഇൻടാഞ്ചിബിളും ആണ്. സോ ആൻസർ ഓൾ ദി എബവ് ആണ്, എല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ആൻസർ. സോ ഡിയർ ക്ലാസ്സില് എന്താണ് എല്ലാവർക്കും ഈ 51 ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സിന്റെ ഡിസ്കഷനിലേക്ക് വരാം. ഹാപ്പിയാണ്, ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഞാൻ നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ്. സോ ഹൈ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ നമുക്ക് വരാം. എനി ഡൗട്ട്സ്? കഴിഞ്ഞ വീക്കില് ഒരു സ്റ്റുഡന്റ് ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ അതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് എന്റെ കണക്ഷൻ കട്ടായി, അങ്ങനെ എനിക്കത് ആൻസർ ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇതില് ആ സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലീസ്, തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റേസ് ചെയ്യാം, ഞാൻ ആൻസർ ചെയ്യാം. അതല്ല, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാം. സോ ഹൈ ഫ്രണ്ട്സ്, ഞാൻ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളുടെ ആൻസറിന്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. So nobody is commenting, nobody is putting any questions, nobody is having questions, nobody is yes, there is no question. I think there is no question, so we can wind up the session then. Thank you all, thank you for watching this class. Thank you very much.